ഡൽഹിയിലെ കോക്രോച്ച് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതായിരുന്നു. കാരണം മറ്റൊരാവശ്യവും അവർക്ക് ഉന്നയിക്കാനില്ലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടായതാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ. അതേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് മുമ്പിൽ വഴങ്ങേണ്ട എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സോനം വാങ്ചുക്കിനെയാണ് സമരക്കാർ ഇത്ര നാളായി മുമ്പിൽ നിർത്തിയിരുന്നത്. 26 ദിവസം അദ്ദേഹം നിരാഹാരം കിടന്നു. അദ്ദേഹത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ സമയത്തും വലിയ ബഹളം നടന്നിരുന്നു. ഇപ്പോഴിതാ സോനം വാങ്ചുക് നിരാഹാരം പിൻവലിച്ചിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നാരങ്ങാനീര് നൽകിയത് കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ്. അതായത് ആരോഗ്യ വകുപ്പിന്റെ ചുമതലയുള്ള മുൻ BJP അധ്യക്ഷൻ കൂടിയായ JP നഡ്ഡയാണ് അദ്ദേഹത്തിന് നാരങ്ങാനീര് നൽകി ആ സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ആ സമരം അവസാനിപ്പിക്കുന്നതിന് കാരണമായി മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പല കാരണങ്ങളും ഒരു വിശദീകരണക്കുറിപ്പ് തന്നെ സോനം വാങ്ചുക് നൽകിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കാര്യമായ കേസുകൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ സോനം വാങ്ചുക് സമരം നടത്തിയത്, ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരവും കലാപവും ഒക്കെ നടത്തിയത്, ആ ആവശ്യം അദ്ദേഹം ആവർത്തിക്കുന്നേയില്ല. അതിനർത്ഥം ആ ആവശ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി പറയുന്നത് തങ്ങളുടെ സമരം തുടരും, അത് രാജ്യവ്യാപകമാക്കും. എന്നാൽ ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാനൊന്നുമില്ല, പകരം ഞങ്ങൾ ജന്തർ മന്ദിറിൽ തന്നെ സമരം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് കേന്ദ്ര സർക്കാരും കോക്രോച്ച് പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പിന്നാക്കം പോയിരിക്കുന്നു സമരക്കാർ എന്നുള്ളതാണ്. കാരണം അവരെ പിന്തുണച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയിൽ നിരവധി പരീക്ഷാ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആ പരീക്ഷാ ക്രമക്കേടുകൾ മാറ്റി കൃത്യമായ രീതിയിൽ അതിന്റെ ന്യൂനതകൾ മാറ്റി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. രണ്ടാമതും നീറ്റ് പരീക്ഷ, ആദ്യം പാളിപ്പോയ നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷയിൽ ചോർച്ച വന്നു എന്ന് അറിയിച്ചത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. അത് ജാർഖണ്ഡിലെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. ആ ജാർഖണ്ഡിലെ കേന്ദ്രത്തിലെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ സംവിധാനത്തിൽ നിന്ന് എക്സാമിനേഷൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അധ്യാപകർ തന്നെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ അടിച്ചു മാറ്റിയത്. അവർ സ്ട്രോങ് റൂമിന്റെ പിൻവാതിൽ തുറന്ന് അത് അടിച്ചു മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് NTA ലഭിച്ച വിവരം. NTA തന്നെയാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞതും, മന്ത്രി തന്നെയാണ് പുറത്തു പറഞ്ഞതും. മന്ത്രി അന്ന് തന്നെ വിദ്യാർത്ഥികളോടൊക്കെ ക്ഷമ ചോദിച്ചിരുന്നു. പക്ഷെ പകരം അദ്ദേഹം കൃത്യമായ രീതിയിൽ പരീക്ഷാ സംവിധാനം അത് കാര്യക്ഷമമാക്കുകയും യാതൊരു കുഴപ്പവുമില്ലാതെ പരീക്ഷ നടത്തുകയും ചെയ്തു. പിന്നീട് അതിനു മുമ്പും കേന്ദ്ര സർക്കാർ ചെയ്തത് 2024 ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നയം, പൊതുപ്രവേശന പരീക്ഷകളെ കുറിച്ചുള്ളൊരു നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള നിയമമാണ് കൊണ്ടുവന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ദേശീയ തലത്തിലൊരു സമഗ്രമായ നിയമം ഈ കോപ്പിയടിയെ കുറിച്ചും പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചും ഒക്കെ തന്നെ നടത്തുന്നത്. ഇപ്പോൾ ആ നിയമത്തിലും എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരാനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള കേന്ദ്ര നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അത് പൂർണ്ണമായിട്ടും കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിയും തന്നെ അത് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞതുപോലുള്ള പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ളൊരു എക്സാമിനേഷൻ രീതിയാണ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡാറ്റ ചോരില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്ത് സംവിധാനമാണ് ഉള്ളത് അത് അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 27-ാം തീയതി ഇത് സംബന്ധിച്ച വാദം കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അത് കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ രാജ്യത്തെ മുഴുവൻ കത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഉന്നയിച്ച അല്ലെങ്കിൽ തുടങ്ങിയ സമരത്തിന്റെ ഏറ്റവും കുന്തമന തന്നെ അത് ഒടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബാക്കി എല്ലാ വിഷയങ്ങൾക്കും, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥികളോട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു എതിർപ്പുമില്ല. കാരണം അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്
സർക്കാർ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 21 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ, പുതുതായി നടത്തിയ നീറ്റ് പരീക്ഷ എഴുതിയത്. ഏതാണ്ട് 1,40,000 മെഡിക്കൽ സീറ്റുകളാണുള്ളത്. ആ സീറ്റുകളിലേക്ക് ഏതാണ്ട് അർഹരായിട്ടുള്ള ആളുകളുടെ എണ്ണം 11 ലക്ഷമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. യോഗ്യതയുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു പ്രവേശനത്തിന് പിന്നാലെ പോകുന്ന സമയത്താണ് ചില നിക്ഷിപ്ത താല്പര്യക്കാരും അതുപോലെ തന്നെ ഓൺലൈൻ പ്രചരണത്തിലൂടെയൊക്കെ വശംബദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ചിലരും സമരത്തിന് വന്നത്. ഈ സമരത്തിന് പിറകിൽ നിഗൂഢമായ ശക്തികളുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുകയാണ്. പല ഡോക്യുമെന്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും തീവ്രവാദികളായിട്ടുള്ള ആളുകളായിട്ടൊക്കെ തന്നെ ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ അവർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക പ്രബോധനം പോലെയാണ് അദ്ദേഹം ഈ സമരത്തെ കണ്ടത്. മറ്റു ചിലർ പറഞ്ഞു തങ്ങൾക്കൊക്കെ എയർ ടിക്കറ്റ് എടുത്തു തന്നിരിക്കുകയാണ്, ഡൽഹിയിൽ താമസിക്കാനുള്ള സംവിധാനം ചെയ്തു തന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ തന്നെ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. സിഖ് ഭീകരവാദി $10 ലക്ഷം ഇവർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമം അമേരിക്കയുടെയും മറ്റ് ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ താല്പര്യത്തോടു കൂടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ്. ആ ശ്രമം ഏതായാലും പൊളിഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ സൂചനകളെ ഇപ്പോൾ നാം കാണുന്നത്. ഏറ്റവും ഒടുവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുന്ന ആ ചർച്ചകൾ തന്നെ ഈ ഒരു ഗൂഢശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പരീക്ഷാ സംവിധാനം രാജ്യത്ത് എല്ലാ സ്ഥലത്തും പലപ്പോഴായിട്ട് ഈ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയും പഞ്ചാബിൽ. കാരണം ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്, കേജ്രിവാളിന്റെ ആളുകളാണ് അവരെ ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പുതിയ കോക്രോച്ച് പാർട്ടിയുടെ നേതാവ്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഡൽഹിയിലെ സമരവേദിയിലുണ്ട്. പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത്? പഞ്ചാബിൽ ഫാർമസി ഓഫീസർ ടെസ്റ്റിലേക്ക് അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ 454 ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിലാണ് അവിടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. അതിനെതിരെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ സമരം ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ ഹർജോത് സിംഗ് ബൈൻസ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി, ആം ആദ്മി പാർട്ടി നേതാവാണ് അവിടുത്തെ ആരോഗ്യമന്ത്രി. അദ്ദേഹം രാജിവെക്കണം എന്ന് എന്തുകൊണ്ടാണ് ഈ കോക്രോച്ച് പാർട്ടി ആവശ്യപ്പെടാത്തത്? കാരണം അവരുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ എവിടെയുണ്ട്? ഈ സമരവേദിയിലുണ്ട്. അപ്പം അങ്ങനെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ മാത്രമല്ലല്ലോ, അവരും വിദ്യാർത്ഥികളല്ലേ, അവരും ഉദ്യോഗാർത്ഥികളല്ലേ, അവിടെയും ക്രമക്കേട് നടന്ന മന്ത്രി രാജിവെക്കണം എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യമാണ് പല മാധ്യമ പ്രവർത്തകരും ഈ ചാനൽ ചർച്ചകളിൽ മറ്റ് കോക്രോച്ച് പാർട്ടിയുടെ പ്രതികൾ ഉൾപ്പെടുന്ന ചർച്ചകളിൽ അവരവരോട് ചോദിച്ചത്. അവർക്കൊന്നും തൃപ്തികരമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആം ആദ്മി പാർട്ടി ഒന്നും ഞങ്ങളുടെ കൂടെയില്ല എന്ന് ഒറ്റയടിക്ക് പറയുകയാണ് ചെയ്തത്. പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ സ്ഥിരമായിട്ട് വേദികളിൽ അവരുടെ സമരവേദികളിലുണ്ടായിരുന്നു. അപ്പൊ ഈ സമരം തന്നെ വളരെ ആസൂത്രിതമാണ്. കാരണം ഇങ്ങനെ ഒരു കൃത്യമായ പരീക്ഷ നടത്തിയതിന് ശേഷമാണ് സമരം നടത്തുന്നത്. അതേപോലെ തന്നെ ഈ കോക്രോച്ച് പാർട്ടിയുടെ ആദ്യത്തെ ആവശ്യങ്ങൾ ഇതൊന്നും അല്ല ഉണ്ടായിരുന്നത്, മറ്റു ചില ആവശ്യങ്ങളൊക്കെയാണ് അവർ ഉന്നയിച്ചിരുന്നത്. അവര് തുടങ്ങിയത് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വിദ്യാർത്ഥികൾക്കെതിരെ മോശമായ പരാമർശം നടത്തി എന്നുള്ളൊരു കാരണത്താലാണ് ഈ ഫോറം തന്നെ ഉണ്ടായത് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ ആ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം തന്നെ ഒരു ടേക്കൺ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് ആളുകൾ അതിനെ സൂചിപ്പിച്ചത്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം ബംഗ്ലാദേശിലും ഇതുപോലെ തന്നെയാണ്. ബംഗ്ലാദേശിലെ അവാമി പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ അവിടുത്തെ സുപ്രീം കോടതി നടത്തിയ വിധിയെതിരായിട്ടാണ് അവിടെ വിദ്യാർത്ഥികളുടെ സമരം ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ള തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് ഇന്ത്യയിൽ നടന്നത്. ആ ശ്രമം ഏതാണ്ട് അതിങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അവർ ആരെയാണോ സമരത്തിന്റെ മുഖമായി മുമ്പിൽ നിർത്തിയത് അതേ സോനം വാങ്ചുക് തന്നെ എന്തിനു വേണ്ടിയാണോ സമരം നടത്തിയത് ആ സമരത്തിൽ നിന്ന് അദ്ദേഹം ആ ആവശ്യത്തിന് പിന്മാറുകയും മറ്റു ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അവരെ കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം പ്രധാനമായിട്ട് ഉന്നയിച്ചൊരാവശ്യം കേസുകൾ എടുക്കരുത് എന്ന് മാത്രം. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കേസുകൾ എടുക്കില്ല, പക്ഷെ ഗുരുതരമായ രീതിയിൽ പോലീസുകാരെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് നേരെയുള്ള നടപടികൾ, അത് ദേശീയ സുരക്ഷാ നിയമം തന്നെ, ആ ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിച്ചുള്ള നടപടികൾ തന്നെ വരും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുന്ന യോഗമാണ്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട്
വലിയ ഊതിവെപ്പിച്ച ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ, കാരണം ഒരു BJP വിരുദ്ധ സ്വഭാവത്തോടുകൂടി നടത്തിയതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലൊക്കെ തന്നെ മക്കന ബുർക്കയിട്ട സ്ത്രീകളൊക്കെ തന്നെ വലിയ രോഷത്തോടുകൂടി മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ അവരുടെയൊന്നും വിഷയം നീറ്റല്ല, മറിച്ച് അവരുടെയൊക്കെ വിരോധം BJP വിരുദ്ധതയാണ് എന്ന് നമുക്കറിയാം. അവരൊക്കെ തന്നെയാണ് ഒരുമിച്ച് പ്രകടനം നടത്തുന്നത്. പാലക്കാടും കോഴിക്കോടും ഒക്കെ തന്നെ ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF ഒക്കെ തന്നെ ഒരുമിച്ച് പ്രകടനം നടത്തുന്നു. ഇസ്ലാമിക ശക്തികളും പ്രകടനം നടത്തുന്നു. അപ്പോൾ ഇവരുടെയൊന്നും ഉദ്ദേശം നീറ്റല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ ക്രമക്കേടുകളെ കുറിച്ചും അവർ സമരം ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ BJP സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തീവ്രമായ ഒരു ശ്രമമായിരുന്നു നടന്നത്. അത് ഏതാണ്ട് ചിറ്റിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്.